ഇത് 150 കൊടുക്കാൻ പറ്റും. 150 രൂപ കൊടുക്കാം. 150 രൂപയ്ക്ക് ഇമ്പോർട്ടഡ് മാർബിൾ കൊടുക്കുന്നതും അതും GSTയും ട്രാൻസ്പോർട്ടേഷനും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ചിലരെങ്കിലും ചോദിക്കും നമ്മൾ 150 രൂപ എന്നൊക്കെ പറയുമ്പോ അതൊക്കെ വേറെ എക്സ്ട്രാ ചാർജ് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒന്നുമില്ല, ഒക്കെ ട്രാൻസ്പെറന്റ് ആണ്. ഇതും കൊടുക്കാം 150 രൂപ. 150 രൂപക്ക് കാണുന്നത് ഒരു അത്യാവശ്യം വലിയൊരു സൈസ് ആണ്. ഇത് ഓഫറിൽ കൊടുക്കാൻ പറ്റും. ഇത് ഓഫറാണ്. 220 രൂപ സ്ക്വയർ ഫുട്ട് കൊടുക്കാം. 220 ആണ്. ട്രാൻസ്പോർട്ടേഷനും GSTയും ഉൾപ്പെടെയാണ് 150 രൂപക്ക് നിങ്ങൾ ഇറ്റാലിയൻ മാർബിൾ ലഭിക്കുന്നത്. ഇതും കൊടുക്കാം 200 രൂപ കൊടുക്കാം. 200 രൂപക്ക് 230 രൂപക്ക് കിട്ടുന്ന ഇമ്പോർട്ടഡ് മാർബിളിന്റെ ഒരു സൈസ് ആട്ടോ. ക്രീമ മർഫിൽ. ഇത് 250 രൂപ കൊടുക്കാം. മറീന ബീച്ച് അല്ലേ? 270 ആട്ടോ. ഇതിന്റെ പേരെന്താ? ഇതാണ് വെഗാസ് ഗോൾഡ്. എത്ര കൊടുക്കാം നമ്മളെ വ്യൂസ്? ഇത് 200 രൂപ കൊടുക്കാം. ഇത് ഇമ്പോർട്ടഡ് മാർബിൾ എന്ന് പറയുമ്പോ പല രാജ്യത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഓൾമോസ്റ്റ് എല്ലാ കൺട്രിയിലും ഉണ്ട്. ഇന്ത്യൻ മാർബിൾ പ്പെടുത്താൻ നിന്നാല് നമ്മളെ സമയം ഫുള്ള് തീരും. കാരണം കണ്ടമാനം മോഡലുകൾ അതിൽ വരുന്നുണ്ട് അല്ലേ? മാർബിൾ ഓഫർ ഉണ്ട്. 55 രൂപ മുതൽ ഇന്ത്യൻ മാർബിൾ ഓഫർ കൊടുക്കാം. 55 കൊടുക്കാൻ പറ്റും. അതും ഇൻക്ലൂഡിംഗ് ടാക്സ്, ട്രാൻസ്പോർട്ടേഷൻ ഇൻക്ലൂഡഡ് ആണ്. ഈ വലിയ സ്ലാബ് തന്നെ 55 കൊടുക്കാൻ പറ്റുമോ? 55 രൂപയ്ക്ക് ഈ സ്ലാബ് കൊടുക്കാം. ഇതൊരു അടിപൊളി മോഡൽ. ഇത് 55 കൊടുക്കാൻ പറ്റും. 55 രൂപ. രസഗുള്ള മേറ്റ ഇതും 55 രൂപക്കാട്ടോ കിട്ടുക സ്ക്വയർ ഫീറ്റിന്. അല്ലെങ്കിൽ ഈ കോട്ട സ്റ്റോണിന് ജയ്സൽമേറും. ഇങ്ങനെ 2 കോമ്പിനേഷൻ ആണ് കസ്റ്റമർ കൊടുക്കാറ്. അതെ. ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് ആൾക്കാർ ചോദിച്ചിരിക്കുകയാണ് ടൈലിന്റെ ഒക്കെ വീഡിയോ കുറെ ചെയ്താലോ, ഒരു മാർബിളിന്റെ വീഡിയോ ചെയ്തുകൂടെ? മാർബിളിന്റെ വീഡിയോ വെറുതെ അങ്ങ് ചെയ്താൽ പോരല്ലോ. എന്തെങ്കിലും നല്ല കിടിലനായിട്ടുള്ള ഓഫർ ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? നമ്മളതാ വന്നിരിക്കുന്നു ഒരു കിടിലൻ ഓഫറുമായി. മാർബിളിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇറ്റാലിയൻ മാർബിൾ എന്നുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറ്റാലിയൻ മാർബിൾ പ്രൈസ് ഭയങ്കരമാണെന്നുള്ള ഒരു ഫീലിംഗ് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇതാ ഇറ്റാലിയൻ മാർബിൾ വെറും 180 രൂപ സ്ക്വയർ ഫീറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനാണ് വന്നിരിക്കുന്നത്. എറണാകുളം കോഴിക്കോട് ഹൈവേയിൽ പടിക്കലുള്ള CP മാർബിൾസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. വീടുപടിയായിട്ട് വന്നിട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം വാൽക്കൽ. വീട്ടിൽ മാർബിൾ ഇടാൻ നോക്കുമ്പോൾ മാർബിളിന്റെ പ്രൈസ് കൊണ്ട് അടുക്കാൻ പറ്റുന്ന മാർബിളിന്റെ പ്രൈസ് നമുക്ക് എങ്ങനെ കുറച്ച് തരാമെന്നാണ് നോക്കുന്നത്. അടിപൊളി ഓഫറാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. 150 രൂപക്ക് ഇറ്റാലിയൻ മാർബിൾ. നമ്മളെ വ്യൂവേഴ്സേ മാർബിളിന് വല്ല ഓഫർ ഉണ്ടോയെന്ന് ചോദിച്ചത്. മാർബിളിന് മാത്രമല്ല ഇറ്റാലിയൻ മാർബിൾ മുതൽ ഇവിടെ ഉണ്ട് അല്ലേ? എങ്ങനെ 150 രൂപക്ക് ഇറ്റാലിയൻ മാർബിൾ ഓഫർ കൊടുക്കാൻ പറ്റുന്നത്? അല്ല, ഇറ്റാലിയൻ മാർബിളിലുണ്ട് ഓഫർ, മാർബിളുണ്ട്. ഇറ്റാലിയൻ അതായത് നമ്മുടെ ഏതൊരു മനുഷ്യന്റെയും ഒരു സ്വപ്നമാണ് ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളത്. അതെ അതെ. ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മളെ ഭാഗത്തു നിന്നുള്ള കമ്പനിയുടെ ഭാഗത്തുള്ള മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ 150 രൂപയ്ക്ക് ഇമ്പോർട്ടഡ് മാർബിള്, ഇന്ത്യൻ മാർബിൾ 55 രൂപ മുതൽ വൈറ്റ് മാർബിൾ നമ്മൾ 55 രൂപ മുതൽ വൈറ്റ് മാർബിൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. 150 രൂപയ്ക്ക് ഇമ്പോർട്ടഡ് മാർബിൾ കൊടുക്കുന്നതും അതും GSTയും ട്രാൻസ്പോർട്ടേഷനും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ചിലരെങ്കിലും ചോദിക്കും നമ്മൾ 150 രൂപ എന്നൊക്കെ പറയുമ്പോ അതൊക്കെ വേറെ എക്സ്ട്രാ ചാർജ് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒന്നുമില്ല, ഒക്കെ ട്രാൻസ്പെറന്റ് ആണ്. അതായത് മിനിമം ഒരു 800 to 1000 സ്ക്വയർ ഫീറ്റ് വേണം, ക്വാണ്ടിറ്റി വേണം ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്. അൺലോഡിംഗ് ബൈ പാർട്ടി കസ്റ്റമറാണ് കൊടുക്കേണ്ടത്. ഇനി ഇവിടുന്ന് നമ്മളെ ലേബേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ലേബേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിന്റെ കോസ്റ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ട അവിടെ ലേബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ അൺലോഡ് ചെയ്യാം, അതും പ്രശ്നമൊന്നുമില്ല. അതെ, ഈ പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടിയിൽ കയറ്റി അങ്ങോട്ട് എത്തിക്കുന്ന ചാർജും GST ഉൾപ്പെടെയാണ് ഈ റേറ്റ് പറഞ്ഞത്. GST എല്ലാം ഉൾപ്പെടെ. ഇത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. 150 രൂപയ്ക്ക് നമ്മൾ മെറ്റീരിയൽ കൊടുക്കുമ്പോൾ വ്യൂവേഴ്സിന് സംശയം ഉണ്ട്, 150 രൂപയ്ക്ക് മെറ്റീരിയൽ കൊടുക്കുമ്പോൾ അതിനെന്തോ കംപ്ലൈന്റ് ഉണ്ടോ എന്നുള്ളത്. ഒരു കംപ്ലൈന്റും ഇല്ല. കസ്റ്റമർ ഈ കളർ ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമാണ്. കസ്റ്റമർ കളർ ഇഷ്ടപ്പെടുക എന്നുള്ളത് കസ്റ്റമറെ ചോയ്സ് ആണ്. അത് കൂടാതെ ബാക്കി എല്ലാ എന്ത് പിന്നെ കംപ്ലൈന്റ്സിനും അത് കമ്പനി ഉത്തരവാദിത്തമാണ്. അത് 100% കമ്പനി ഉത്തരവാദിത്തം. 180 രൂപ മുതൽ 200, 220, 250 രൂപ വരെ നമ്മൾ ഓഫറിൽ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നു. ഓഫറിൽ കൊടുക്കുന്നുണ്ട് അല്ലേ? ആ മെറ്റീരിയൽ തന്നെ പിന്നെ 700 രൂപ വരെ മെറ്റീരിയൽ ഉണ്ട്. എല്ലാ വെറൈറ്റി ഓഫ് മെറ്റീരിയലും ഉണ്ട്. ഓഫറിൽ നമ്മൾ 180 രൂപ മുതൽ 250 രൂപ വരെ ഓഫറിൽ നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട് അല്ലേ? അല്ലെ, ഇറ്റാലിയൻ മാർബിൾ കാണുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം മാർബിൾ ഇടുന്ന ആഗ്രഹിക്കുന്ന എല്ലാവരും ഇറ്റാലിയൻ മാർബിളിനെ കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് അടുക്കാൻ പറ്റാത്തത് അതിന്റെ പ്രൈസ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. ഇതിൽ തന്നെ ഇപ്പൊ ഫില്ലിങ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഫില്ലിങ് ഇല്ലാത്ത മാർബിൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ യഥാർത്ഥത്തിൽ ഫില്ലിങ് എങ്ങനെ ഇല്ലാത്ത കിട്ടുമോ? ഫില്ലിങ് എന്നുള്ളത് ഒരു കംപ്ലൈന്റ് അല്ല. ഇമ്പോർട്ടന്റ് സംബന്ധിച്ച് ഇമ്പോർട്ടഡ് മാർബിൾ ആണെങ്കിൽ ഫില്ലിങ് ഇല്ലാതെ ഒരിക്കലും ഇമ്പോർട്ടഡ് മാർബിൾ കിട്ടില്ല. ചെറിയ കസ്റ്റമർ നമ്മളോട് ചോദിക്കും ഫില്ലിങ് ഇല്ലാത്ത മാർബിൾ ഇറ്റാലിയൻ ഇമ്പോർട്ടഡ് മാർബിൾ ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ പറയും ഫില്ലിങ് ഇല്ലാണ്ട് ഒരിക്കലും ഇമ്പോർട്ടഡ് മാർബിൾ കിട്ടൂല. അതുപോലെ ഇന്ത്യൻ മാർബിളിലാണെങ്കിൽ കട്നി, വണ്ടർ, ഇതെല്ലാം ഫില്ലിംഗ് ഉണ്ടാവും. അതുപോലെ ജയ്സൽമേറിന് പിൻഹോൾസ് ആണ് ഉണ്ടാവുക.
അതായത് നാച്ചുറൽ ആണ്, അതൊരു കംപ്ലൈന്റ് അല്ല. അതെ അതെ. പിന്നെ ഇതെല്ലാം വിരിക്കുമ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്, ആ ട്രീറ്റ്മെന്റ് ഫുൾഫിൽ ചെയ്തെന്നുള്ളത് കസ്റ്റമർ ഉറപ്പുവരുത്തണം. ഓക്കെ, ഇപ്പോൾ ഇറ്റാലിയൻ മാർബിളിന്റെ വലിയ സ്ലാബുകളിലൂടെ കാണുന്നുണ്ട്. ഇതൊരു വലിയ സ്ലാബാണ്. അപ്പോൾ നമ്മൾ വ്യൂവർക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് ഇത്രയും വലിയ സ്ലാബ് വാങ്ങുമ്പോൾ ഫില്ലിംഗ് ഇല്ല നമ്മൾ പറയില്ല, ഇതിൽ ഫില്ലിംഗ് ഉണ്ടാവും. മൈനർ ഫില്ലിംഗ് ആണ് ഉണ്ടാവും. മൈനർ ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ പാടാണ്. മേജർ ഫില്ലിംഗ് ആകുമ്പോൾ ചിലപ്പം ഒരു 10-20 രൂപ സ്ക്വയർ ഫീറ്റിന് കുറയും. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് മാർബിൾ എടുക്കുന്ന ഒരു കസ്റ്റമർ അങ്ങനെ ഒരു മേജർ ഫില്ലിംഗുള്ള മെറ്റീരിയൽ എടുത്ത് റിസ്ക് എടുക്കാൻ കസ്റ്റമറും തയ്യാറാവില്ല, നമ്മളും തയ്യാറാവില്ല. കാര്യം നമ്മുടെ സ്ഥാപനത്തിന്റെ വെറുതെ ആ ഒരു ചീത്തപ്പേര് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെ അതെ. എത്ര വർഷമായി ഇവിടെ? നമ്മൾ ഫീൽഡിൽ ഫാദർ ശരിക്കും ആന്ധ്രയിൽ നിന്ന് തുടങ്ങിയതാണ്. കടപ്പ മോസൈക്ക് ചിപ്സ് കടപ്പ അങ്ങനെ തുടങ്ങിയതാണ്. 980-ലാണ് തുടങ്ങിയത്. 44 വർഷം. 44 വർഷം. അതെ, ഈ ഫീൽഡിലുണ്ട്. മാർബിളിന്റെ ബിസിനസ് നമ്മൾ ഇവിടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുടങ്ങിയത് 1996-ലാണ്. CP മാർബിൾസ് തുടങ്ങിയത് 1996. പിന്നെയാണ് അത് മാർബിൾ മാത്രം. പിന്നെ അതിനുശേഷം 2003-ലാണ് ടൈൽസിന്റെ പിന്നെ ഷോറൂം തുടങ്ങിയത്. അതെ, ഇവിടെ തുടങ്ങി ഇമ്പോർട്ടന്റ് മാർബിൾ സെക്ഷൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തോളായിട്ടുള്ളൂ. 8 വർഷം. നല്ലൊരു വിപുലമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. ഇനി നമ്മൾ ഓഫറുകളിലേക്കാണ് കയറിയാലോ? ഓ ഷുവർ. ഓഫറിൽ തരാറിനപ്പോൾ ഇത്ര വലിയ സ്ലാബ് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് കൊടുക്കാൻ പറ്റും. ഇതിന്റെ പേരെന്താണ്? ഇത് ബോട്ടോച്ചിനോ ആണ് മോഡല്. ഇത് എത്ര സൈസ് വലിപ്പം ഉണ്ടാവും? ഇത് സൈസ് ഏകദേശം ഒരു 6 അടി വീതി ഉണ്ടാവും, ഒരു 8 അടി 9 അടി നീളം ഉണ്ട്. 9 അടി നീളം ഉണ്ടാവും, 6 അടി വീതി ഉണ്ടാവും. ഇത് 150-ന് കൊടുക്കാൻ പറ്റും. 150 രൂപ കൊടുക്കാം, ഇൻക്ലൂഡിംഗ് ടാക്സ്, ഇൻക്ലൂഡിംഗ് GST, ട്രാൻസ്പോർട്ടേഷൻ. ഇത് പറയുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, 150-ന് നിങ്ങൾക്ക് തരുമ്പോൾ ഈ പറഞ്ഞതെല്ലാം ഓഫറുണ്ട്. ഈ കാണുന്ന ലോട്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചോദിക്കരുത്. ഉണ്ടാവില്ലല്ലോ, ഒബ്വിയസ്ലി ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ്. കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ലല്ലോ. അതെ, ടൈല് പോലെ നമുക്ക് അതേ പാറ്റേൺ നമ്മളെടുത്ത് ഒരു 150 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ക്വാണ്ടിറ്റി, ഒരു 6000-7000 സ്ക്വയർ ഫീറ്റോളം 150 രൂപയ്ക്ക് കൊടുക്കാനുള്ള മെറ്റീരിയൽ റെഡിയാണ്. അപ്പം കാണിച്ചു തരാം. ഒരു അടിപൊളിയായിട്ടുള്ള ബേജ് ഡിസൈൻ നമ്മളൊക്കെ വീട്ടിൽ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു മോഡലാണിത്. ഇത് നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. ഇതും കൊടുക്കാം 150 രൂപക്ക്. ടെട്രാബേജ് അല്ലേ? കുറെ ഡിസൈനുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഏകദേശം ഒരു 4 അടി 5 അടി പിന്നെ ഹൈറ്റ് ഉണ്ടാവും, 7 അടി ലെങ്ത്തും ഉണ്ട്. അത്യാവശ്യം ഉണ്ട് കേട്ടോ. അത് ഇതുപോലെ ഇനി ഓഫർ തരുമോ? ഇനിയുണ്ട്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയ. ഇത് ഓറഞ്ചും വൈറ്റും മിക്സ് ചെയ്ത് ഇങ്ങനെ വരുന്നത് ഒരു എനിക്ക് ആർട്ടിഫിഷ്യൽ ആണ് തോന്നുന്നത്. ആർട്ടിഫിഷ്യൽ അല്ല, നാച്ചുറൽ തന്നെയാണ്. ഇതിന്റെ പേരാണ് ടെറാക്കോട്ട. ഇത് ഏകദേശം ഒരു 2000 സ്ക്വയർ ഫീറ്റ്, 2200 സ്ക്വയർ ഫീറ്റ് ക്വാണ്ടിറ്റി ഉണ്ട്. 2200 ഇതും കൊടുക്കാം 150 രൂപയ്ക്ക്. അതിന് ഹൈലൈറ്റ് ഇൻക്ലൂഡിംഗ് GST, ട്രാൻസ്പോർട്ടേഷൻ. ഇത് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനും GST ഉൾപ്പെടെയാണ് 150 രൂപയ്ക്ക് നിങ്ങൾ ഇറ്റാലിയൻ മാർബിൾ ലഭിക്കുന്നത്. ടെറാക്കോട്ട സ്റ്റൈലിൽ വരുന്ന ഇമ്പോർട്ടഡ് മാർബിൾ. ഈ കാണുന്നത് ഒരു അത്യാവശ്യം വലിയൊരു സൈസാണ്. ഇത് ഓഫറിൽ കൊടുക്കാൻ പറ്റും. ഇത് ഓഫറാണ്. 220 രൂപ സ്ക്വയർ ഫീറ്റ് കൊടുക്കാം. 220 ആണ് വരിക അല്ലേ? സ്ക്വയർ ഫീറ്റിന് കൊടുക്കും. ബോട്ടോഷിനോ ആട്ടോ അത്. ബോട്ടോഷിനാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു വലിയൊരു മോഡൽ ഉണ്ടല്ലോ, ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ 265 രൂപ കൊടുക്കാം. 265 അല്ലേ? ഇതിന്റെ പേരെന്താണ്? മലീസ ബീച്ച്. ഇതും കൊടുക്കാം 200 രൂപ കൊടുക്കാം. 200 രൂപക്ക്. 200 രൂപക്കാണ് ഈ കാണുന്ന ഇമ്പോർട്ടഡ്. ഒരു 1500 സ്ക്വയർ ഫീറ്റ് ക്വാണ്ടിറ്റി ഉണ്ട്. 1500 കളക്ഷൻ ഉണ്ട്. ഓക്കെ, 1500 കഴിഞ്ഞാൽ ഇത് വേണമെന്ന് പറഞ്ഞു വരരുത്. അതെ, ഇവിടെ ഒരു മോഡൽ കാണുന്നുണ്ടല്ലോ. ഇതും അടിപൊളിയാണോ? അടിപൊളിയാണ്. ഈ കാണുന്നത് അടിപൊളിയായിട്ടുള്ളൊരു മോഡൽ തന്നെയാണ്. ഇതും നമ്മൾ കൊടുക്കും 230 രൂപക്ക് പെർ സ്ക്വയർ ഫീറ്റിന്. 230 രൂപ. 230 രൂപക്ക് കിട്ടുന്ന ഇമ്പോർട്ടഡ് മാർബിളിന്റെ ഒരു സൈസ് ആട്ടോ. ബിഗ് സൈസ് തന്നെയാണ് ഇത് വരുന്നത്. കൂടുതൽ ഇറ്റാലിയൻ മാർബിൾ എന്ന് പറയുമ്പോൾ എല്ലാവരെയും കൺസെപ്റ്റ് പറഞ്ഞാൽ ഒരു ക്രീം കളർ അങ്ങനെയാണല്ലോ. ഇതൊരു ഗ്രേ ഷെയ്ഡ് അല്ലേ? ഇത് ഇമ്പോർട്ടഡിൽ വരുന്ന കാറ്റഗറി തന്നെയാണ്. ഇത് ഏത് രാജ്യത്ത് നിന്ന് വരുന്നത്? ഇത് ഇമ്പോർട്ടഡിലാണ്. തുർക്കിയിൽ നിന്ന് വരുന്ന മെറ്റീരിയൽ. തുർക്കിയാണ് അല്ലേ? തുർക്കിയിൽ നിന്ന് വരുന്ന മെറ്റീരിയലാണ്. ഇതിന്റെ പേര് ഗ്രാഫിറ്റോ. ഓക്കെ, ഗ്രാഫിറ്റ് കളർ തന്നെയാണ് അല്ലേ? ഇത് ഗ്രാഫിറ്റ് എന്നാണ് പേര്. ഇത് നമുക്ക് 230 രൂപ സ്ക്വയർ ഫീറ്റിന് കൊടുക്കാം. 230 ഇതിനൊക്കെ കൊടുക്കാൻ പറ്റും. ഇവിടെ റെഡി സ്റ്റോക്ക് ആണ്. ധാരാളം മെറ്റീരിയലിനെ പറ്റിയില്ല പറഞ്ഞ് എക്സിസ്റ്റിംഗ് സ്റ്റോക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ. അതെ, നമ്മൾ സങ്കല്പങ്ങളെ അല്ല പറയുന്നത്, ഇവിടെ ഉള്ള മെറ്റീരിയലിന്റെ പ്രൈസുകളാണ് പറയാൻ പോകുന്നത്. ഇത് ക്രീമ മർഫിൽ. ഇത് 250 രൂപ കൊടുക്കാം. 250 രൂപ. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഇൻക്ലൂഡിംഗ് GST,
ട്രാൻസ്പോർട്ടേഷൻ പ്രത്യേകം പറയാം. അഡീഷണൽ എക്സ്പെൻസ് വരെ കസ്റ്റമർക്ക് അൺലോഡിങ്ങിന്റെ കോസ്റ്റ് മാത്രം അഡീഷണൽ വരുള്ളൂ. അപ്പൊ അടിപൊളിയായിട്ടുള്ള മോഡലുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഓഫറിൽ പറ്റത്താന്ന പ്രൈസ് അല്ലാതെ കുറച്ച് കൂടിയതും ഉണ്ടാവണം. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അല്ലെ? ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പ്രൈസ് കൂടുമോ? ഇത് കൂടും. 275 രൂപ സ്ക്വയർ ഫീറ്റിന് വരും. 275 ആവുന്നുള്ളൂ. 275 ഗലാല ബീച്ച് എന്നാണ് ഇതിന്റെ പേര്. ഗലാല ബീച്ച്. ഇതുപോലൊക്കെ ടൈലുകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. സെയിം ഡിസൈനിൽ ഓൾമോസ്റ്റ് സെയിം ഡിസൈനിൽ തന്നെ ടൈലുണ്ട്. 250, 300, 400 രൂപയ്ക്ക് ഇമ്പോർട്ടഡ് മാർബിളിൽ പേയ്മെന്റ് കൊടുത്തിട്ട് എടുക്കാൻ പറ്റാത്തവർക്ക് ഇതേ ഓൾമോസ്റ്റ് ഡിസൈനിൽ ഒരു 80% അല്ലെങ്കിൽ 90% സെയിം ഡിസൈനിൽ തന്നെ ടൈല് 6x4, 4x2 ഇതെല്ലാം റെഡി അവൈലബിൾ ആണ്. ഇവിടെയൊക്കെ ഒരുപാട് കളക്ഷൻ, വലിയ വലിയ ലോട്ടുകൾ കാണുന്നത്. ഇത് അത്യാവശ്യം ലോട്ട് ഉണ്ടല്ലോ. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് മലീസ ബീച്ചാണ്. 240 രൂപ കൊടുക്കാം. 240 കിട്ടുന്ന ഇമ്പോർട്ടഡ് മലേഷ്യ ബീച്ച്. ഇതാണെങ്കിലോ ഇത് ഓട്ടോമൻ ബീച്ച്. ഇതെല്ലാം ക്വാണ്ടിറ്റി ഉള്ളതാണ്. ഇതൊരു 2000 സ്ക്വയർ ഫീറ്റ് ക്വാണ്ടിറ്റി ഉണ്ട്. ഈ മലീസ ബീച്ച് ആണെങ്കിൽ ഒരു 2000 സ്ക്വയർ ഫീറ്റ്, ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിന് എത്ര റേറ്റ് കൊടുക്കണം? ഇത് കൊടുക്കാൻ നമ്മൾ 220 കൊടുക്കാം. 220 കേട്ടോ. വലിയൊരു ലോട്ട് വലിയ സൈസിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് ഏതാ മോഡൽ വരുന്നത്? അടിപൊളിയായിട്ടുള്ള മലേഷ്യ ബീച്ച് തന്നെ. മലീസ ബീച്ച് തന്നെ. വേറെ വേറെ ഡിസൈനിൽ വരുന്നത് മാത്രം. ചെറിയ ചെറിയ പാറ്റേൺ മാറ്റം ഉണ്ടാവും അല്ലെ? ടൈല് മാച്ച് ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ വെച്ചതില്ലേ? ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അതിന് കണക്കായിട്ടുള്ള ഒരു ടൈൽ ഇവിടെ വെച്ചതാണ്. ഇതേ ഡിസൈനിൽ ഇവിടെ കിട്ടുമെന്ന് പറയാം കേട്ടോ. ഇതാണെങ്കിലോ ഇവിടെ ഒരു വേറെ ഒരു ക്രീമില് എന്റെ വീട്ടിലൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇട്ടതായിട്ട് സാമ്യം ഉണ്ട് കേട്ടോ. അത് 270. പേരെന്തായിരിക്കും ഇതിന്റെ പേര്? മറീന ബീച്ച്. മറീന ബീച്ച്. ഗ്രാഫൈറ്റ് പോലെ തന്നെയുള്ള ഒരു ഡിസൈൻ അല്ലേ? ഗ്രാഫൈറ്റ് അല്ല, ഇത് ഗ്രാഫൈറ്റ് അല്ല. ഇതിന്റെ പേര് സിൽവർ ഡയന. ഡയന എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്. അതെ, അതിന്റെ ഗ്രേ കളർ. സിൽവർ ഡയന എന്ന് ഇതിന്റെ പേര് പറയും. ഇതൊക്കെ ഡിസൈൻ നല്ല പാറ, നല്ല റോക്കാണ് കേട്ടോ. എത്ര വരുന്നുണ്ട്? കോസ്റ്റ് വന്നിട്ട് 250 രൂപ. 250 രൂപ. 250 ആട്ടോ ഇതിന്റെ റേറ്റ്. ഇവിടുത്തെ കളക്ഷൻ കണ്ടാലേ നമുക്ക് അപാര കളക്ഷനാണ്. നമുക്ക് ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയില്ല. ഒക്കെ അടുത്തടുത്ത ഡിസൈനും. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഇതാണ് ഇറ്റാലിയൻ മാർബിൾ എന്ന് പറയേണ്ട പ്രൊഡക്റ്റ്. ഇത് എവിടുന്ന് വരുന്നത് ശരിക്കും? ഇത് വരുന്നത് ടർക്കി തന്നെയാണ് വരുന്നത്. ഗ്രേ അഗോറ കേട്ടോ. ഇമ്പോർട്ടഡ് മാർബിളിലെ നല്ല സൈസാണ്. ഇത് എത്ര കൊടുക്കാൻ പറ്റും? ഇത് റേറ്റ് 330 രൂപ നെറ്റ് റേറ്റ് ആക്കി കൊടുക്കാം. 330 ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രൈസ് കേട്ടോ. ഇതിനകത്ത് GST ഇൻക്ലൂഡഡ് ആണ്, ട്രാൻസ്പോർട്ടേഷനും ഇൻക്ലൂഡ് ആണ്. ഓക്കെ, ഇത് അവിടെ ക്രീമിൽ മറ്റൊരു സൈസ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ക്രേമമാർഫിന്റെ ഷുഗർ ബീച്ച് അല്ലേ? ഇതൊക്കെ ഈ പാറയിലുള്ള ഡിസൈൻ അതുപോലെ തന്നെ ഉണ്ടാവും. അതാണ് ഇതെല്ലാം ഏകദേശം 5000 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട്. 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ 270 രൂപ മുതലാട്ടോ ഈ മറീന ബീച്ച്. ഇത് കാണിക്കാത്തൊരു മോഡലാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഡിസൈൻ. ഇതാണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? ഫെദർ ഗ്രേ ഇതിന്റെ റേറ്റ് വരുന്നിട്ട് 370 രൂപ സ്ക്വയർ ഫീറ്റിന്. 370 രൂപ കേട്ടോ അതിന് സ്ക്വയർ ഫീറ്റ്. 370 രൂപക്ക് ലഭിക്കുന്ന ഈ ഫെദർ ഗ്രേ ഏത് രാജ്യത്തിന്റെയാണ്? സ്പെയിൻ ഇമ്പോർട്ട് ചെയ്താട്ടോ. സ്പെയിൻ. ഈ കാണുന്ന വലുതാണെങ്കിലോ? അഗോറ സെയിം മെറ്റീരിയൽ തന്നെ. 320 ആണ് റേറ്റ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതാണെങ്കിലോ? ഗലാല ബീച്ച് കേട്ടോ. പേരുകളൊക്കെ ഒന്നും കൂടി രസമുണ്ടെന്ന് തോന്നുന്നു. കാരണം സാധാരണ നമ്മൾ ഇന്ത്യൻ മാർബിൾ പറയുമ്പോൾ നമ്മൾ ഇന്ത്യത്തെ പേരുകളാവുമ്പോ അതിനേക്കാൾ ഒരു അട്രാക്ഷൻ ഉണ്ട് പേരിൽ കാര്യമൊന്നുമില്ല. പക്ഷെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇത് തന്നെയാണ് കാര്യം. ഇതാണെങ്കിലും ഷുഗർ ബീച്ച്. അതെ, ഇത് ഷുഗർ ബീച്ചിന് പിന്നെ 270 റേറ്റിൽ തന്നെ വരുന്നത്. 270 ആട്ടോ. ഇത് ഇമ്പോർട്ടഡ് മാർബിൾ എന്ന് പറയുമ്പോൾ പല രാജ്യത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അധികം യൂറോപ്യൻ കൺട്രിയാണ്. എല്ലാം ഉണ്ട്. യൂറോപ്യൻ കൺട്രി ഉണ്ട്, പിന്നെ അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രിയും ഉണ്ട്. ഇവിടെ ഒരു കളർഫുൾ കാണുന്നുണ്ടല്ലോ. ഇത് ഏത് കൺട്രി ആയിരിക്കും? ഇത് സ്പെയിനാണ്. നമ്മുടെ കളർ നല്ല മാച്ച് ചെയ്യുന്നുണ്ട്. ഇതാണെങ്കിൽ ടർക്കിയാണ്. ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി അല്ലേ? ഗലാല ബീച്ച്. ഇത് പ്രൈസ് എത്രയെന്ന് പറഞ്ഞാൽ 270 മുതൽ 3 റേറ്റിലുണ്ട്. ഓക്കെ. സിമ്പിൾ ഡിസൈൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു മോഡൽ എന്ന് പറയണം അല്ലേ? ഇതിന്റെ പേരെന്താണ്? വെർസാച്ചെ. ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ്, ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ് അല്ലേ? ഡിസൈൻ ആണ്. അതെ. ഇതിന്റെ പ്രൈസ് എത്ര കൊടുക്കണം? ഡിസൈൻ ആണ്. അത് 285 ആട്ടോ അതിന്റെ പ്രൈസ് വരുന്നത്. നാച്ചുറൽ അല്ല എന്ന് തോന്നുന്നു. അത് നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ്. ഈ നമ്മൾ കൊടുക്കും, നമ്മൾ ഒരു ഗ്യാരണ്ടിയും ഇല്ല.
അങ്ങനെ കൊടുക്കും. 70 രൂപ സ്ക്വയർ ഫീറ്റിന് കൊടുക്കും. 70 രൂപ വെറും 70 രൂപ സ്ക്വയർ ഫീറ്റിന് ലഭിക്കുന്ന ആർട്ടിഫിഷ്യൽ മാർബിൾ മോഡലാണ്. ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ്. നമ്മൾ ഒരു ഗ്യാരണ്ടി കൊടുക്കില്ല, അത് ക്ലിയർ ആയിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ്. അതെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങില്ല. നമ്മൾ വേണം വിരിക്കാൻ വേണ്ടി നമ്മളെ വേണമെങ്കിൽ വർക്കേഴ്സിനെ അയച്ചു കൊടുക്കും, അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ പക്ഷെ അതിൽ നമ്മൾ ആഫ്റ്റർ ലേയിങ് എന്തെങ്കിലും ഉണ്ടാവാം. പ്രൊഡക്റ്റിനും ഗ്യാരണ്ടിയാണ്. ഇമ്പോർട്ടൻറ്റ് മാർബിൾ വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വർക്ക് ചെയ്യുന്നത് ആ രീതിയിലുള്ള വർക്ക് ആയിരിക്കണം. അതായത് ട്രീറ്റ്മെന്റ് 3 കോട്ട് അപ്പോസ് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഒരു കംപ്ലൈന്റ് വരില്ല. ഈ ഒരു മോഡൽ എന്തോ ഒരു പ്രത്യേകത ഉള്ളത് പോലെ അല്ലേ, നമ്മൾ കുറെ കല്ലുകൾ അടുക്കി വെച്ച് കട്ട് ചെയ്തെടുത്ത പോലെ. ഇതിന്റെ പേരെന്താ? ഇതാണ് വെഗാസ് ഗോൾഡ്. വെഗാസ് ഗോൾഡ്. എത്ര കൊടുക്കാം നമ്മളെ വ്യൂസ്? 200 രൂപ കൊടുക്കാം. 200 രൂപ കേട്ടോ. 1500 സ്ക്വയർ ഫീറ്റ് ക്വാണ്ടിറ്റിയിൽ 1500 രൂപ സ്റ്റോക്ക് ഉണ്ട്. 200 രൂപക്ക് പെർ സ്ക്വയർ ഫീറ്റ് 200 രൂപ കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് പൊതുവെ ഉണ്ടാവുന്ന സംശയങ്ങളാണ് മാർബിൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട, വിരിക്കുമ്പോൾ. നമ്മളുള്ളത് ഒരു പ്രത്യേക ഇറ്റാലിയൻ മാർബിളിന്റെ ഏരിയ ആണ് ചോദിക്കുക. ഇറ്റാലിയൻ മാർബിൾ വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇമ്പോർട്ടഡ് മാർബിൾ വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സിമെന്റിൽ വിരിക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആവില്ല മാർബിൾ. മാർബിൾ ഫ്ലെക്സിബിൾ ആവില്ല. സിമെന്റിൽ വിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം മാർബിൾ ഫ്ലെക്സിബിൾ ആവില്ല. അത് അഡസീവിലാണെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അപ്പൊ ഗമ്മാണ് കുറച്ചുകൂടി നല്ലത്. ഗമ്മാണ് നല്ലത്, കുറച്ചുകൂടി നല്ലത്, ഏറ്റവും നല്ലത് ഗമ്മ. ചില കസ്റ്റമർ പിന്നെ സിമെന്റിൽ മതി എന്നൊക്കെ പറയും. സിമെന്റിൽ വിരിക്കുമ്പോൾ ഇനി ഫ്യൂച്ചറിൽ മേ ബി പ്രശ്നം നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതെ 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 ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല ഗമ്മിൽ ചെയ്യുമ്പോൾ. അതാണ് അതിന്റെ മാറ്റം. അപ്പൊ ഇനി അത് കൂടാതെ പിന്നെ സിമെന്റിൽ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും സിമെന്റിൽ ചെയ്യുമ്പോൾ അത് ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് നല്ല നനക്കണമല്ലോ. അതെ 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 അത് മാർബിൾ വിരിച്ചാൽ നനക്കൽ പോസിബിൾ അല്ല. അതെ, ഇതിൽ ഗമ്മിലാവുമ്പോൾ അഡസീവിലാവുമ്പോൾ പോളിമർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് സെറ്റ് ആവും. സിമെന്റിലാവുമ്പോൾ അത് സെറ്റാവില്ല. സംഭവം സിമെന്റിന്റെ കണ്ടന്റ് ഗമ്മിലുണ്ട്, അഡസീവിലുണ്ട്. പക്ഷേ അഡസീവിൽ അഡീഷണൽ ഒരു പോളിമർ കണ്ടന്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെതർ കണ്ടീഷൻ എന്ന് പറഞ്ഞത് 6 മാസം മഴ 6 മാസം ചൂടാണല്ലോ. നമ്മളിപ്പോ ഈ മരം എല്ലാം ഉണ്ടല്ലോ അതുപോലെ ആ ഒരു അപ്പൊ ഇത് അഡ്ജസ്റ്റീവിലാവുമ്പം അത് ഫ്ലെക്സിബിൾ ആണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അഡ്ജസ്റ്റ് ആവും ഓട്ടോമാറ്റിക്, നാച്ചുറലി അത് അഡ്ജസ്റ്റ് ആവും. അത് മാത്രമല്ല ഈ സിമെന്റ് ആകുമ്പോൾ അത് നനച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് അവിടെ ഉണ്ട്. ഈ ഗമ്മിന് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇല്ല. ഇതിപ്പം ആദ്യം പരിക്കൻ കോൺക്രീറ്റിൽ സ്ക്രീഡ് ചെയ്യും. സിമെന്റ് സ്ക്രീഡ് ചെയ്തിട്ട് പിന്നെ ട്രാവലിംഗ് ചെയ്തിട്ടാണ് മാർബിൾ വിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എയർ ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല. ഇതിലാണെങ്കിൽ അബ്സർവേഷൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ നമ്മളുള്ളത് നമ്മുടെ CP മാർബിൾസിലാണെന്ന് മനസ്സിലായിട്ടാണ്. പക്ഷേ ഈ ലൊക്കേഷൻ എങ്ങനെയാ പറയാ? ഈ ലൊക്കേഷൻ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒരു 5 കിലോമീറ്റർ മുമ്പേ, കോഴിക്കോട് നിന്ന് വരുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് CP മാർബിൾസ്. നല്ല ഫെമിലിയർ ആണ്, ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും. ഗൂഗിളിൽ അടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഒരുപാട് കളക്ഷനിൽ ഇറ്റാലിയൻ മാർബിൾ ഇതാ നിരന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ വ്യൂവേഴ്സിന് ഉണ്ടാകുന്ന ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. അപ്പോൾ മാർബിൾ വാങ്ങാൻ പോകുമ്പോൾ നല്ലത് ഏതാന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുക. ഏതാ നല്ല മാർബിൾ എന്ന് ചോദിക്കല്ലോ, അതിനെന്താ പറയുക എന്നതിലുപരി അത് ഓരോ കസ്റ്റമറേയും പിന്നെ കളർ പാറ്റേൺ ഉണ്ടോ. അതെ, ചിലവർ പറയും ഗ്രേ കളർ മതി എന്ന് പറയും. ചിലർ പറയും ഐവറി ഒരു ബീജ് കളർ മതി എന്ന് പറയും. ചിലർക്ക് ബീജ് കോമ്പിനേഷനിലും ഇൻറ്റീരിയർ ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പോൾ ബീജ് എടുക്കും. ചിലർ പിന്നെ ഒരു ഗ്രേ കോമ്പിനേഷനിലും ഇൻറ്റീരിയർ ചെയ്യാൻ താല്പര്യമുണ്ടാവുക. ഇപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ പിന്നെ ഗ്രാഫിറ്റോ എന്നുള്ള മെറ്റീരിയൽ ഉണ്ട്. ഒരു വീടിന് 4500 സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് ഗ്രാഫിറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. 4500 സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് ഗ്രാഫിറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഓരോരുത്തർ ചോയ്സ് ആണ്. അപ്പൊ ഏത് വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് ശരിക്കും പറയാം അല്ലേ. കസ്റ്റമർ ചോയ്സ് ആണ്. ചിലർ വൈറ്റ് മാർബിൾ ഇടും. ഇന്ത്യൻ മാർബിളിൽ വൈറ്റ് മാർബിൾ. അതെ. ഇന്ത്യൻ മാർബിൾ പ്പെടുത്താൻ നിന്നാൽ നമ്മളെ സമയം ഫുള്ള് തീരും. കാരണം കണ്ടമാനം മോഡലുകൾ അതിൽ വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ ഏത് മോഡലാ? ഇത് മോർച്ചാനയിൽ വരുന്ന സാധനമാണ്. ഇത് മോർച്ചാനയാണ് അല്ലേ. മോർച്ചാനയിൽ വരുന്നതാണ്. നമുക്ക് നമ്മളെ JK വൈറ്റ് ആട്ടോ അത് വരുന്നത്. നമ്മുടെ വ്യൂവേഴ്സിന് കുറച്ച് ഓഫർ ഇന്ത്യൻ മാർബിൾ കൊടുത്താലോ? ഇന്ത്യൻ മാർബിൾ ഓഫർ ഉണ്ട്. 55 രൂപ മുതൽ ഇന്ത്യൻ മാർബിൾ ഓഫർ കൊടുക്കാം. 55 കൊടുക്കാൻ പറ്റും. അതും ഇൻക്ലൂഡിംഗ് ടാക്സ്, ട്രാൻസ്പോർട്ടേഷൻ ഇൻക്ലൂഡഡ് ആണ്. ഒരു ഫില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽ കൊടുക്കാം. ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽ കൊടുക്കാം. ഇന്ത്യൻ മാർബിൾ കൊടുക്കാൻ പറ്റും. അതെ. എന്ത് ക്രാക്ക് ഉണ്ടെങ്കിലും മെഷർമെന്റ് കട്ട് ചെയ്യാം. ഓക്കെ. ഈ വലിയ സ്ലാബ് തന്നെ 55 കൊടുക്കാൻ പറ്റുമോ? 55 രൂപയ്ക്ക് ഈ സ്ലാബ് കൊടുക്കാം. ഇതിൽ ഒരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഫില്ലിംഗ് ഇല്ല.
ഫില്ലിങ്ങും ഇല്ല, ക്രാക്കും ഇല്ല. എന്ത് ക്രാക്ക് വന്നാലും നമ്മൾ മെഷർമെന്റ് കട്ട് ചെയ്യും. നമ്മൾ പ്രത്യേകം കസ്റ്റമറോട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ CP-യിൽ നമ്മൾ പറയുന്നൊരു കാര്യം, കസ്റ്റമർ മുമ്പ് തന്നെ നമ്മൾ മെഷർമെന്റ് ചെയ്യാം. അതെന്താ വെച്ചാൽ നമ്മൾ കാണാത്ത വല്ല കംപ്ലൈൻറ്റ് കസ്റ്റമർ കണ്ടാൽ പിന്നെ പോയിട്ട് നമുക്ക് ചീത്തപ്പേരുണ്ടാവരുതല്ലോ. അതുകൊണ്ട് തന്നെ കസ്റ്റമറോട് നമ്മൾ അത്രയും നിർബന്ധമായിട്ട് പറയുന്നതാണ്, നിങ്ങളുടെ മുന്നിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യും. ഇതിലൊരു കാര്യം, നമ്മളിപ്പോൾ വീഡിയോ നമ്മൾ മൊബൈലിൽ കണ്ട് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഫോട്ടോ അയച്ചിട്ട് നിങ്ങളവിടെ അച്ചോളി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ വന്നിട്ട് നോക്കണം. 100% കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. ഇത് തൊട്ട് നോക്കി തന്നെ അത് അറിയണം. അതിൽ പെട്ട ഒരു കാറ്റഗറി തന്നെയാണ് ഈ മാർബിൾ എന്നുള്ള അതിന്റെ ഒരു ഫീല് കിട്ടണം അല്ലേ. അപ്പൊ ഇത് 55 രൂപ കൊടുക്കാം. വേറെ എന്ത് കൊടുക്കാം നമുക്ക് ഓഫറിൽ? ഇത് കൊടുക്കാം 55 രൂപക്ക്. ഇത് 55 രൂപക്ക് കൊടുക്കാൻ പറ്റും. ഇതിന്റെ പേരെന്താണ്? മോർവേഡിൽ വരുന്ന മെറ്റീരിയലാണ്. മോർവേഡിൽ വരുന്ന മെറ്റീരിയലാണ്. ഇതും 55-ന്. വെർമേറ്റ. ഇതും 55 രൂപക്കാട്ടോ കിട്ടുക സ്ക്വയർ ഫീറ്റിന്. വെറും 55 രൂപക്ക് കിട്ടുന്ന മാർബിൾ ആട്ടോ ഈ കാണുന്നത്, അതും സ്ക്വയർ ഫീറ്റിന്. ഏതാണ് ഈ മെറ്റീരിയൽ? ഇത് ഗ്രാനൈറ്റ് ടച്ച് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. 55 രൂപക്ക് കിട്ടുന്ന മെറ്റീരിയലാണ്. ഇനിയുണ്ട് ബാക്ക് അവിടെ ഡെർമേറ്റ വൈറ്റ്. ഇതൊരു അടിപൊളി മോഡൽ. ഇത് 55-ന് കൊടുക്കാൻ പറ്റും. 55. ഇതിന്റെ പേരെന്താണ്? രസഗുള്ള. ഓക്കെ, ഈ രസഗുള്ള ഇത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഒരു വ്യൂവർ വരികയാണ്, അയാൾ വാങ്ങി കഴിഞ്ഞാൽ പിന്നെ മറ്റു വ്യൂവറിന് കിട്ടൂല. അത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ഇതൊരു 4 ലോട്ട് ഉണ്ട്. ഏകദേശം ഒരു 4 ലോട്ടുണ്ട്. ഈ ആ കാണുന്നതും ഈ ലോട്ട് തന്നെ, ഈ മോഡൽ തന്നെ, ഡിസൈനിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അത്രേ ഉള്ളൂ. 65 രൂപക്ക് കിട്ടുന്ന മാർബിൾ അല്ലേ. ഈ കാണുന്ന വൈറ്റ് മോർച്ചാനയാണ് അല്ലേ. നല്ലൊരു ഗ്രീൻ ടച്ച് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിങ്ങനെ 4 പീസ് വെച്ചാൽ ഒരു ഡയമണ്ട് ഡിസൈൻ. ഓക്കെ, ബുക്ക് മാച്ച് ആയിട്ട് ഫ്ലോർ നമ്മളെ ഹാളിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു മോഡലാണ്. 65 രൂപ സ്ക്വയർ ഫീറ്റിന്. കട്നി മാർബിളിന്റെ ഒരു ഏരിയ എന്ന് തന്നെ പറയണം. ഒരുപാട് മോഡൽ ഉണ്ട് അല്ലേ. ഇവിടെ ഒരു മോഡല്, ഇവിടെ ഒരു മോഡല്. ഒരു സെക്ഷൻ മാത്രമുള്ള സെക്ഷൻ ആണ് ഇത് അല്ലേ. കുറെ ലോട്ടുകൾ, കുറെ സൈസ്, കുറെ മോഡൽ. എത്ര മുതൽ കട്നി സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ 85 രൂപ മുതൽ കട്നി സ്റ്റാർട്ട് ചെയ്യും. 85 രൂപ മുതലാണ് കട്നി മാർബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫില്ലിംഗ് നിർബന്ധമാണ്. മൈനർ ഫില്ലിംഗ് ഉണ്ടാവും. ഫില്ലിംഗ് കട്നിയിൽ നിർബന്ധമാണ്. ഫില്ലിംഗ് ഇല്ലാണ്ട് ഒരിക്കലും കട്നി വരില്ല, കിട്ടൂല. അത് പോയിന്റുകളാണ് പറയുന്നത്. ചെറിയൊരു ഫില്ലിംഗ് ഒന്നും ഇല്ല, ഫ്രഷ് ആണെന്നൊക്കെ പറയും. പക്ഷേ ഫില്ലിംഗ് ഇല്ലാണ്ട് ഒരിക്കലും കട്നി മെറ്റീരിയൽ കിട്ടില്ല. അതെ, ഫില്ലിംഗ് ഇല്ലാതെ കട്നി മാർബിൾ നിങ്ങൾക്ക് ലഭിക്കില്ല. ഇതാണ് വണ്ടർ. കട്നി വണ്ടർ എന്നൊക്കെ പറയുന്നുണ്ട് ചില ആൾക്കാർ അല്ലേ. ഇതാണ് വണ്ടർ ആണെങ്കിൽ ഒരു 100 രൂപ മുതൽ ഒരു 145 രൂപ വരെ മെറ്റീരിയൽ ഉണ്ട്. ഇതിനൊരു ഇറ്റാലിയൻ മാർബിളിന്റെ ലുക്കും വരും അല്ലേ. കസ്റ്റമർ ഇറ്റാലിയൻ മാർബിൾ ഇമ്പോർട്ടഡ് മാർബിൾ കൊണ്ടുപോയിട്ട് പിന്നെ റൂമിലേക്കെല്ലാം വണ്ടർ കൊണ്ടുപോകുന്നുണ്ട്. ചിലർ കട്നി കൊണ്ടുപോകുന്നുണ്ട്. ഏകദേശം സിമിലാരിറ്റി ഉണ്ട് ഇതിന് വരുന്നുണ്ട് അല്ലേ. അതാണ് വരില്ല, അത്ര ഏതായാലും വരില്ല. സാധാരണ രീതിയിൽ വൈറ്റ് മാർബിൾ ആണ് കൂടുതൽ ഇന്ത്യയിൽ കാണാറുള്ളത്. അതിന്റെ ഒരു വേറെ ഇതിന്റെ കളർ ചേഞ്ച് ആണ്. ഡാർക്ക് കളർ വണ്ടർ കേട്ടോ. ഇതങ്ങനെ കാണാറില്ല, പക്ഷെ ഇതൊരു വെറൈറ്റി കളക്ഷൻ ആണ്. ഡാർക്ക് കളർ വണ്ടർ സെയിം റേറ്റ് തന്നെയാണോ? അല്ല, ഇത് 100 രൂപ മുതൽ 145 രൂപ വരെ ഉണ്ട്. അങ്ങനെ 110-115 ആ റേഞ്ചിൽ വരുന്നുണ്ട് ഇത് അല്ലേ. മാർബിളുകൾ മാത്രമല്ല, ഗ്രാനൈറ്റും ഒരു വീടിന് അത്യാവശ്യം തന്നെയാണ് അല്ലേ. ആളുകൾ കസ്റ്റമേഴ്സ് കിച്ചൺ ടോപ്പിന് ഗ്രാനൈറ്റ് ഉപയോഗിക്കും, സ്റ്റെപ്സിന് ഉപയോഗിക്കും, സ്റ്റെയർ കേസിന് ഉപയോഗിക്കും. സ്റ്റെപ്പിനും സ്റ്റെയർ കേസിനും എല്ലാം ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ഉപയോഗിക്കും. ഒരു മാറ്റ് ഫിനിഷ് ഗ്രാനൈറ്റ്, നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. അതുപോലെ ലെപ്പാത്ര ഫിനിഷ് ഗ്രാനൈറ്റ് ഉപയോഗിക്കും. പിന്നെ വീട്ടിൽ നമ്മൾ കിച്ചൺ ടോപ്പിൽ പോളിഷ്ഡ് ഗ്രാനൈറ്റ് ഉപയോഗിക്കും. ഇതെല്ലാം പോളിഷ്ഡ് ഗ്രാനൈറ്റ് ആണ്. ഇതെല്ലാം പോളിഷ്ഡ് ആണ്. ഇത് ലെപ്പാത്രയാണ് തോന്നുന്നു. ഇത് ലെപ്പാത്ര ഫിനിഷാണ്. ഫിനിഷാണ് ഇവിടെ കാണുന്നത്. ഇത് ലെപ്പാത്ര ഫിനിഷാണ്. ബ്ലാക്കിൽ ഇത് നല്ലൊരു ഫിനിഷാണ്. സ്റ്റെപ്പിനൊക്കെ മാച്ച് ആണ് ഇത് അല്ലേ. എത്ര മുതലാണ് ഗ്രാനൈറ്റുകളൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 100 രൂപ മുതൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 100 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒരു ക്വാളിറ്റിയിൽ, നല്ലൊരു ക്വാളിറ്റിയിൽ കിട്ടണമെങ്കിൽ എന്തെന്നായാലും 110 രൂപ മുതൽ മേലോട്ട് പോകണം. അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന് സിറ്റ് ഔട്ടിലേക്കാണ്, സ്റ്റെപ്പിലേക്കാണ്, കിച്ചൺ എല്ലാം പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ കുറച്ച് ക്വാളിറ്റി അവിടെ വേണം. അടിപൊളിയായിട്ടുള്ള ഒരു മോർവേഡിന്റെ ലോട്ടാണ് കാണുന്നത് അല്ലേ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട് വരുന്നത് വൈറ്റ്. കസ്റ്റമർ എപ്പോഴും ഡിമാൻഡുള്ള മെറ്റീരിയലാണ് വൈറ്റ് മാർബിൾ അല്ലേ. വൈറ്റ് മാർബിളിലൊക്കെ വിരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡസീവിലൊക്കെ വിരിക്കുമ്പോഴേ ഇത് ആദ്യം അണ്ടർകോട്ട് പ്രൈമർ ഉണ്ട്. അപ്പോൾ മോയ്സ്ചർ ഒന്നും മേലോട്ട് കയറാതിരിക്കാൻ ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലിക്വിഡാണ് അണ്ടർകോട്ട് പ്രൈമറും. പിന്നെ അതുപോലെ തന്നെ വൈറ്റിലാണെങ്കിൽ വൈറ്റ് അഡസീവ് ചെയ്താൽ പിന്നെ ഈ മോയ്സ്ചർ കയറില്ല, വേറെ സ്റ്റെയിൻസ് ഒന്നും കയറില്ല. അതെ, അതായത് നിങ്ങൾ ഇത് വാങ്ങുമ്പോൾ
അപ്പോൾ ഇത് എങ്ങനെ വിരിക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് അല്ലെങ്കിൽ വേണം വാങ്ങാൻ. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് വാങ്ങുമ്പോൾ അദ്ദേഹം തന്നെ ഡീറ്റെയിൽ ഇവിടുന്നാണെങ്കിൽ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് കസ്റ്റമറോട് കൊടുക്കും. അതെ, ചില കസ്റ്റമർ അതൊന്നും വേണ്ട, സിമെന്റിൽ വിരിച്ചാൽ മതി എന്ന് പറയും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഈ കാണുന്ന മോർവേഡിന് എത്ര രൂപ കൊടുക്കും? ഇതിൽ 150 രൂപ മുതലാണ് 180 അല്ലേ? മോർവേഡ് 135 മുതൽ മോർവേഡ് ഉണ്ട്. 135 മുതൽ ഏകദേശം ഒരു 320 രൂപ വരെ മോർവേഡ് ലഭിക്കും. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോറിംഗ് ഐഡിയ ആണ്, ഒരു ഓറഞ്ച് കളറിലാണ് ജയ്സാൽമീർ എന്ന് പറയും അല്ലേ? അത് ഇവിടെ ലഭിക്കും. ജയ്സൽമാറുണ്ട്. ഇപ്പോൾ കോമ്പിനേഷൻ നോർമലി ആർക്കിടെക്ട്സ് എല്ലാം ഇതിന് കോമ്പിനേഷൻ കൊടുക്കല് ജയ്സൽമാറിന് കോട്ട സ്റ്റോണും ഇതാണ് കോട്ട സ്റ്റോൺ അല്ലേ? അല്ലെങ്കിൽ ഈ കോട്ട സ്റ്റോണിന് ജയ്സൽമാറും, ഇങ്ങനെ 2 കോമ്പിനേഷനാണ് കസ്റ്റമർ കൊടുക്കാറ്. ജയ്സൽമാറിന് വരുന്നൊരു ഇതിന് നാച്ചുറലി ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പിൻ ഹോൾസ് ഉണ്ടാവും. അത് ഫില്ല് ചെയ്തിട്ട് പോളിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഉള്ളത് സൊല്യൂഷൻ ഉള്ളത്. ഒരിക്കലും പിന്നോൾ ഇല്ലാണ്ട് ഒരിക്കലും ജയ്സൽമാർ വരില്ല. എത്ര രൂപ വരുന്നുണ്ടാവും ഇതിന്? ജയ്സൽമാർ 100 രൂപ മുതലുണ്ട്. പിന്നെ അതിന് തിക്നെസ്സിനനുസരിച്ച് റേറ്റ് കൂടും, തിക്നെസ് കുറയുന്നതിനനുസരിച്ച് റേറ്റ് കുറയും ചെയ്യും. തിക്നെസ് കുറഞ്ഞിട്ട് വരുന്നുണ്ട്. എന്നാൽ കോട്ട സ്റ്റോൺ അല്ല തിക്നെസ്സിൽ തന്നെയാണല്ലോ കാണുന്നത്. അതെ, ഇത് 4x2 സൈസ് ആണ്. ഇതിൽ 2x2 സൈസും ഉണ്ട്. 2x2 ഉണ്ട്. അതെ, 2x2 സൈസിലുണ്ട്. പിന്നെ സെമി പോളിഷ്ഡ് ഉണ്ട്. അതാകുമ്പോൾ കോസ്റ്റ് കുറച്ചും കൂടെ കുറയും. ആളുകൾക്ക് ചിലർ പിന്നെ വിരിച്ചതിന് ശേഷം പോളിഷ് ചെയ്യണമെന്ന് പറയും. അവർക്ക് സെമി പോളിഷ്ഡ് എടുത്താൽ മതി. അതിനുശേഷം പിന്നെ വിരിച്ചിട്ട് പോളിഷ് ചെയ്താൽ നമുക്ക് ആ ജോയിന്റ്സ് ഒന്നും അറിയില്ല. എത്ര രൂപ മുതൽ ഉണ്ടാവും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 65 മുതൽ. പിന്നെ കനം കുറഞ്ഞ കോട്ട സ്റ്റോൺ ഉണ്ട്, അത് റേറ്റ് കുറയും. പക്ഷെ നമ്മളത് ചെയ്യാറില്ല, ഭയങ്കര ബ്രേക്കേജ് വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല. കനം കുറയുമ്പോൾ പൊട്ടാൻ ചാൻസ് കൂടുതൽ തന്നെയാണ്. അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് നാനോ വൈറ്റ്. ആദ്യമൊക്കെ ആളുകൾ കൗണ്ടർ ടോപ്പിന് മാത്രമാണ് ഉപയോഗിച്ചിന്. ഇപ്പൊ ചിലരൊക്കെ അത് ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? G7 ഗ്രേഡ് ഉണ്ട്, G5 ഉണ്ട്. അപ്പൊ ഇവിടെ മാർബിൾ ഉണ്ട്, ഗ്രാനൈറ്റ് ഉണ്ട്, ടൈൽ ഉണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. CP ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട്. നാനോ വൈറ്റ് ഉണ്ട്, കോട്ട സ്റ്റോൺ ഉണ്ട്, CP ഫിറ്റിംഗ്സ് ഉണ്ട്, സാനിറ്ററി ഉണ്ട്, എല്ലാം ഉണ്ട്. ടൈലുകൾ ഏതൊക്കെ സൈസ്? എല്ലാ സൈസും കൊടുക്കുന്നുണ്ടാവും. 8x4, 6x4. ബ്രാൻഡുകളാണെങ്കിലോ? ബ്രാൻഡിൽ പിന്നെ സോമാനി, കജാരിയ, RAK, CP ഫിറ്റിംഗ്സിലുണ്ട്, ജാഗോർ, ഗ്രോഹ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒട്ടുമിക്ക ബ്രാൻഡുകളുണ്ട്. നമ്മളൊരു വീട് പണിയാണെങ്കിൽ നേരെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അതിനൊക്കെ വേണ്ട ഫ്ലോറിംഗ് ആണെങ്കിലും CP ഫിറ്റിംഗ്സ് ആണെങ്കിലും സാനിറ്ററി ആണെങ്കിലും ഇവിടെ ഉണ്ട്. അപ്പോൾ ആളുകൾ നേരെ വരികയാണെങ്കിൽ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹൈവേയുടെ തൊട്ട് സൈഡ് തന്നെയാണ്. നിങ്ങൾക്ക് നേരെ എൻ്റർ ചെയ്യാം, നേരെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം. നമ്പറും കൂടെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആളുകൾ നേരെ തിരഞ്ഞു വരട്ടെ. ഓക്കെ, താങ്ക് യു.